ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? ഇന്നത്തെ കൊച്ചു വിശേഷമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അയാനും മോളും തമ്മിൽ ഭയങ്കര കളിയാണ് രാവിലെ തന്നെ. അപ്പോൾ രാവിലെ എണീച്ചിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ. അപ്പോൾ ഭയങ്കര തണുപ്പും നല്ല മഴയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഷട്ടറും സോക്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടാക്കും. അപ്പോൾ രാവിലെ തന്നെ രണ്ടാളും ഭയങ്കര കളിയിലാണ് കേട്ടോ. ഇന്ന് കഴിക്കാൻ ഇഡ്ഡലിയും ചട്നിയാണ് കേട്ടോ ആക്കിയത്. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അയാനും ഇതാ ഇഡ്ഡലിയും ചട്നിയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെയൊക്കെ മഴ ഉണ്ടോ? നല്ല മഴയല്ല, ഇങ്ങോട്ട് ഭയങ്കര മഴയാണ് കേട്ടോ. അങ്ങനെ മോള് ഉറക്കായി കേട്ടോ. അപ്പോൾ നല്ല ഉറക്കത്തിലാ. അപ്പോൾ മോൾ ഉറങ്ങുമ്പോൾ വേണം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കേട്ടോ. അധികം ഉറങ്ങൊന്നുമില്ല, വെറും പൂച്ച ഉറക്കാണ് ആക്ക്. ഒരു 5 മിനിറ്റ് ഉറങ്ങിയിട്ട് എണീക്കുന്ന പരിപാടിയാണ് അവൾക്ക് കേട്ടോ. ഇതാണ്ടോ പുറത്തൊക്കെ നല്ല മഴയാണ്, പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. ഇന്ന് മീനൊന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളരിയും ചക്കക്കുരു ഇട്ടിട്ട് ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറൊക്കെ അത് അടുപ്പത്ത് വേവുന്നുണ്ട് കേട്ടോ. അപ്പോൾ തീയൊക്കെ കത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോറൊക്കെ അതാ അടുപ്പത്ത് തിളച്ച് വരുന്നുണ്ട് കേട്ടോ, തിളക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 നേരത്തേക്കും കൂടിയിട്ട് വെക്കും കേട്ടോ. അപ്പോൾ പകുതി വേവ് തന്നെ നമ്മൾ ചോറ് വൈകുന്നേരത്തേക്കുള്ളത് വാങ്ങി വെക്കും. അപ്പോൾ നമ്മൾ ചൂടാക്കിയിട്ടാണ് കഴിക്കാറ്. അപ്പോൾ തിളപ്പിച്ച് ഊറ്റുമ്പോൾ നല്ലോണം വെന്ത് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചക്കക്കുരും വെള്ളരിയും കൂടിയിട്ട് കറിയൊക്കെ വെക്കട്ടെ. ഇതാ മോള് ഉറക്കൊക്കെ എണീച്ചു. ഇപ്പോൾ ഇക്കാക്കിയും കുഞ്ഞിപ്പങ്ങളും കൂടിയിട്ട് ഇതാ ഭയങ്കര കളിയിലാണ്. ഇക്കാക്ക പിന്നെ ഓളെ എന്ത് ചെയ്താലും ഒക്കെ ഒരു കുഴപ്പമില്ല കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കമന്ന് കിടക്കാൻ തുടങ്ങി. മുട്ട കുത്താനായിട്ടില്ല. അപ്പോൾ ഇതാ മുട്ട് കുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ ആള്. ഇക്കാക്ക പിന്നെ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇക്കാക്കാൻ്റെയും മോളെയും കളിയാണ് ഈ കാണുന്നതൊക്കെ. അങ്ങനെ മുട്ട കുത്തുന്നുണ്ട്, കുത്തിപാട് തന്നെ അങ്ങ് വീണു പോകും കേട്ടോ. മാക്സിമം മോള് ശ്രമിക്കുന്നുണ്ട് മുട്ട കുത്താൻ വേണ്ടിയിട്ട്. ഇനി കുറച്ചായിട്ട് അംഗൻവാടി പോകണം കേട്ടോ. അവിടെ കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കാനുണ്ട്. അപ്പോൾ അംഗൻവാടിയിൽ പോകണം. അപ്പോൾ അവളൊന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടോ. കുളിയും കഴിഞ്ഞിട്ട് 3:30 വരെ ഉണ്ട് അംഗൻവാടി. അപ്പോൾ കുളിയും കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു, നല്ലൊരു ഉറക്കൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് റെഡിയായി നിൽക്കുകയാണ് അംഗൻവാടി പോകാൻ വേണ്ടിയിട്ട്. അധിക ദൂരമൊന്നുമില്ല കേട്ടോ, ഇവിടുന്ന് ഒരു അരമണിക്കൂർ നടക്കാനുണ്ട്, അത്രേ ഉള്ളൂ. അവിടെ പോയിട്ട് ഇവിടെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം, അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതാ ഒരു പൂച്ച ഇരിക്കുന്നുണ്ട്. അപ്പം അതിന് വീഡിയോ എടുക്കാൻ പോയപ്പോൾ അതൊറ്റ ഓട്ടം വെച്ച് കൊടുത്തു കേട്ടോ. അപ്പം അങ്ങനെ അംഗൻവാടി എത്തി. അംഗൻവാടിത്തെ കാഴ്ചകളാണ് ഇതൊക്കെ. പോയ കാര്യമൊന്നും റെഡി ആയിട്ടില്ല കേട്ടോ. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇനിയും പോവാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.